Scilabile Scripts and Functions എന്ന വിഷയത്തെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. Scilabile ഫയൽ ഫോർമാറ്റ്സ് ഒരു ചെറിയ ആമുഖത്തോടെ നമുക്ക് തുടങ്ങാം. പല കമാൻഡുകളും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് Scilab എഡിറ്ററുമായി ഒരു ഫയലിൽ എഴുതുന്നതിന് കൂടുതൽ സൗകര്യപ്രദമാണ്. ഇവയെ സ്ക്രിപ്റ്റ് ഫയലുകൾ എന്ന് വിളിക്കുന്നു. അത്തരമൊരു സ്ക്രിപ്റ്റ് ഫയലിൽ എഴുതിയിരിക്കുന്ന കമാൻഡുകൾ പ്രവർത്തിപ്പിക്കുവാൻ exec ഫംഗ്ഷൻ ഉപയോഗിക്കാം. തുടർന്ന് സ്ക്രിപ്റ്റ് ഫയലിന്റെ പേര് ഉപയോഗിക്കാം. ആ ഫയലുകളിൽ സാധാരണയായി എക്സ്റ്റൻഷൻസ് .sce അല്ലെങ്കിൽ .sci അതിന്റെ കണ്ടന്റ് ആശ്രയിച്ചാണ്. .sci എക്സ്റ്റൻഷൻ ഫയലുകൾ Scilab ഫംഗ്ഷനോ അല്ലെങ്കിൽ യൂസറിന്റെ ഡിഫൈൻഡ് ഫംഗ്ഷൻസോ ഉൾക്കൊള്ളുന്നു. ഈ ഫയലുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് Scilab എൻവൈറൺമെന്റ് അവ നടപ്പിലാക്കുന്ന ഫംഗ്ഷനുകൾ നൽകുന്നു. .sce എക്സ്റ്റൻഷനുകളിലുള്ള ഫയലുകളിൽ Scilab ഫംഗ്ഷനെയും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുകളെയും കുറിച്ച് പഠിക്കാം. .sce, .sci എന്നീ പേരുകൾ നൽകിയിരിക്കുന്ന കൺവെൻഷൻ നിയമമല്ല, മറിച്ച് Scilab കമ്മ്യൂണിറ്റി. നമുക്ക് കമ്പ്യൂട്ടറിൽ Scilab കൺസോൾ വിൻഡോ ഓപ്പൺ ചെയ്യാം. കമാൻഡ് പ്രോംപ്റ്റിൽ pwd എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് നിലവിലുള്ള വർക്ക് ഡയറക്ടറി പരിശോധിക്കാം. Scilab കൺസോൾ വിൻഡോയിൽ ടാസ്ക് ബാറിൽ പോയി എഡിറ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫയലിൽ കമാൻഡ്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ helloworld.sce ആയി സേവ് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഞാൻ ആ ഫയൽ തുറക്കും. ഒരു ഫയൽ ഷോർട്ട്കട്ട് ഐക്കൺ തുറക്കുക. helloworld.sce എന്ന ഫയൽ തിരഞ്ഞെടുത്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. പുതിയ ഫയലിൽ കമാൻഡ്സ് ടൈപ്പ് ചെയ്യുകയും ഫയൽ മെനുവിലൂടെ helloworld.sce എന്ന നിലവിലെ ഡയറക്ടറിയിലേക്ക് ഫയൽ സേവ് ചെയ്യുകയും ചെയ്യാം. Scilab എഡിറ്റേഴ്സ് മെനു ബാറിൽ എക്സിക്യൂട്ട് ബട്ടണിൽ പോകുക. Scilab ഓപ്ഷനിൽ ലോഡ് എന്നത് തിരഞ്ഞെടുക്കുക. ഇത് ഫയലിനെ Scilab കൺസോളിലേക്ക് ലോഡ് ചെയ്യും. കൺസോളിൽ ഫയൽ ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണാവുന്ന സ്ക്രിപ്റ്റിന് ഔട്ട്പുട്ട് നൽകുന്നു. ബന്ധപ്പെട്ട കമാൻഡുകൾക്കുള്ള കമാൻഡുകളും റിസൾട്ടിനായി ഉണ്ടാകുന്ന ഔട്ട്പുട്ടും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ 1 എന്നതിന്റെ മൂല്യം മാറ്റുക. എഡിറ്ററിൽ ഫയൽ മെനുവിലേക്ക് പോയി സേവ് ക്ലിക്ക് ചെയ്യുക. exec കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് സ്ക്രിപ്റ്റ് Scilabലെ ഇന്റർപ്രിറ്ററിൽ നിന്നും നേരിട്ട് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുവാനും സ്ക്രിപ്റ്റ് ഫയലിനുള്ള പാത്ത് നൽകുവാനും കഴിയും. ബ്രാക്കറ്റിനുള്ളിലേക്ക് ഡബിൾ ക്വോട്ട്സിൽ helloworld.sce ആയി ഫയൽ നെയിം കൊടുത്ത് എന്റർ അമർത്തുക. exec ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്ക്രിപ്റ്റ് ഫയൽ സമാനമായി ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി നമുക്ക് ഫങ്ഷൻസ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു ഫംഗ്ഷൻ നിർവചിക്കുന്നു, ഒപ്പം എൻഡ് ഫംഗ്ഷൻ എന്ന കീവേഡിനൊപ്പം അവസാനിക്കുന്നു. Scilab എഡിറ്റർ ഉപയോഗിച്ച് function.sci ഒരു ഫംഗ്ഷൻ ഫയൽ നമ്മൾ നേരത്തെ സേവ് ചെയ്തു. ഞാൻ ആ ഫയൽ തുറക്കും. ശ്രദ്ധിക്കുക, ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇതിൽ ഡിഗ്രീസ് ഔട്ട്പുട്ട് പാരാമീറ്റർ ആണ്. റേഡിയൻസ് ഇൻപുട്ട് പാരാമീറ്റർ ആണ്. ഫംഗ്ഷൻ നെയിമിൽ റേഡിയൻസ് 2 ഡിഗ്രീസ്. എക്സിക്യൂട്ട് മെനു ഓപ്ഷൻ ഉപയോഗിച്ച് ഞാൻ ഈ ഫംഗ്ഷൻ Scilabൽ ലോഡ് ചെയ്യും. ഈ ഫംഗ്ഷൻ ഇപ്പോൾ Scilab കൺസോളിൽ ലോഡ് ചെയ്തിരിക്കുന്നു. exec കമാൻഡ് ഉപയോഗിച്ച് ഇത് ലോഡ് ചെയ്യാവുന്നതാണ്. സ്പെസിഫിക് ആർഗുമെന്റ് കൊടുത്ത് ഒരു ഫംഗ്ഷൻ ലോഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് മറ്റൊരു Scilab ഫംഗ്ഷൻ പോലെ വിളിക്കാവുന്നതാണ്. % ചിഹ്നത്തിന്റെ നോട്ട് ഉണ്ടാക്കുക.
അതിന്റെ ഉപയോഗത്തിന്റെ കാരണം ഓർക്കുക. ഇപ്പോൾ നമുക്ക് %pi/2 എന്നതിന്റെ റേഡിയൻസ് 2 ഡിഗ്രിയും %pi/4 വാല്യൂസ് കണ്ടുപിടിക്കാം. %pi/2 എന്നതും റേഡിയൻസ് 2 ഡിഗ്രി %pi/4 %pi/4 എന്നതും. ഇപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ആർഗ്യുമെന്റുകളിൽ ഒരു ഫംഗ്ഷൻ കാണാം. ഈ ഫംഗ്ഷൻ പോളാർ കോർഡിനേറ്റ്സ് ഇൻപുട്ട് ആർഗ്യുമെന്റ്സ് ആയി നൽകാം. റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ഔട്ട്പുട്ട് ആർഗ്യുമെന്റ്സ് നൽകാം. ഞാൻ ഇതിനകം ടൈപ്പ് ചെയ്ത ഫയൽ തുറക്കും. x, y എന്നീ ഔട്ട്പുട്ട് പാരാമീറ്ററുകളും തീറ്റ എന്നിവയും ഫംഗ്ഷനിലേക്കുള്ള ഇൻപുട്ട് പാരാമീറ്ററുകളാണ്. പോളാർ 2 rect ഫങ്ഷൻസ് exec ഓപ്ഷൻ ഉപയോഗിച്ച് Scilabൽ ഈ ഫംഗ്ഷൻ ഞാൻ ലോഡ് ചെയ്യും. ഫംഗ്ഷൻ ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ വിളിക്കേണ്ടതുണ്ട്. ഈ ഫംഗ്ഷൻ രണ്ട് ഇൻപുട്ട് ആർഗ്യുമെന്റുകളും രണ്ട് ഔട്ട്പുട്ട് ആർഗ്യുമെന്റുകളും ആവശ്യമാണ്. അതുകൊണ്ട് r = 2, θ = 45. ഇപ്പോൾ നമ്മൾ x1, y1 ഔട്ട്പുട്ട് പാരാമീറ്റർസ് is equal to function name polar 2 rect into bracket r, θ enter അമർത്തുക. നിങ്ങൾ x1, y1 എന്നിവയുടെ മൂല്യം കാണുക. Scilabന്റെ രസകരമായ സവിശേഷതകളിലൊന്ന് ഒരു ഒറ്റ .sci ഫയൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്യാം എന്നതാണ്. ഇത് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ വേരിയബിളുകളും ലോക്കൽ ആണെന്ന് ദയവായി ഓർക്കുക. ഒരു പ്രത്യേകം ഫംഗ്ഷനിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ വേരിയബിളുകളുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എൻഡ് ഫംഗ്ഷൻ എന്ന കീവേഡിനൊപ്പം അവസാനിക്കുന്നു. ഈ ഫംഗ്ഷന്റെ പ്രയോജനം വ്യത്യസ്ത വേരിയബിളിന്റെ ഒരു വേരിയബിൾ നെയിം ഉപയോഗിക്കുവാൻ കഴിയും എന്നതാണ്. ഗ്ലോബൽ ഓപ്ഷൻ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ വേരിയബിൾ കൂട്ടിച്ചേർക്കില്ല. ഗ്ലോബൽ വേരിയബിളുകളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഹെൽപ്പ് ഗ്ലോബൽ ടൈപ്പ് ചെയ്യുക. ദയവായി ഒരു വേരിയബിൾ വാച്ച്ഡ് നിരീക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഡിസ്പ് ആവശ്യമാണ്. ഒരു ഫംഗ്ഷൻ ഫയലിനുള്ളിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് അവസാനം സെമിക്കോളൻ നൽകേണ്ടതിന്റെ ഫലമായി ഇത് നമുക്ക് പരിശോധിക്കാം. ഡിസ്പ് സ്റ്റേറ്റ്മെന്റ് ഇത് പരിശോധിക്കുക. ഇൻലൈൻ ഫങ്ഷൻസ് ഇൻപുട്ട്, ഔട്ട്പുട്ട്, ലോക്കൽ വേരിയബിളുകൾ എന്നിവയെ കൃത്യമായി നിർവചിച്ച കോഡുകളാണ് ഫങ്ഷൻസ്. ഒരു ഫംഗ്ഷൻ നിർവചിക്കുവാനുള്ള ഏറ്റവും ലളിതമായ മാർഗം def ആണ്. ഫംഗ്ഷന്റെ ബോഡി ചെറുതാക്കുവാൻ ഇൻലൈൻ ഫങ്ഷൻസ് സൃഷ്ടിക്കുവാനും പ്രത്യേകിച്ച് ഉപയോഗപ്രദമാക്കുവാനും Scilab സഹായിക്കുന്നു. ഇത് def എന്ന ഫംഗ്ഷന്റെ സഹായത്തോടെ ചെയ്യാം. രണ്ട് സ്ട്രിംഗ് പാരാമീറ്ററുകൾ എടുക്കുന്നു. ഫംഗ്ഷനിലെ ഇന്റർഫേസ് ആദ്യം സ്ട്രിംഗ് ഡിഫൈൻ ചെയ്യുകയും രണ്ടാമത്തെ സ്ട്രിംഗ് ഫംഗ്ഷന്റെ സ്റ്റേറ്റ്മെന്റ് നിർവചിക്കുകയും ചെയ്യുന്നു. def കമാൻഡ് Scilabലെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് അത് ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. def കമാൻഡ് ഉപയോഗിച്ച് നിർവചിച്ച ഫംഗ്ഷൻ നിർദ്ദേശമനുസരിച്ചാണ് മെനു ഓപ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ആശയം വിശദീകരിക്കുവാൻ ഒരു ഉദാഹരണം നോക്കാം. ഇൻലൈൻ ഫങ്ഷൻസ് inline.sci ഒരു ഫയൽ തുറക്കാം. ഞാൻ എഡിറ്റർ വിൻഡോയുടെ വലുപ്പം മാറ്റും.
നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ സ്ട്രിംഗ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ നിർവചിക്കുകയും രണ്ടാമത്തെ സ്ട്രിംഗ് ഫംഗ്ഷന്റെ സ്റ്റേറ്റ്മെന്റുകൾ നിർവചിക്കുകയും ചെയ്യുന്നു. Scilab എഡിറ്ററിൽ ഒരു ഫംഗ്ഷൻ ലോഡ് ചെയ്യുകയും 90 എന്നതിന്റെ ഡിഗ്രി 2 റേഡിയൻസ്, 45 എന്നതിന്റെ ഡിഗ്രി 2 റേഡിയൻസ് എന്നിവ കണ്ടെത്തുകയും ചെയ്യും. ഈ ഫംഗ്ഷനിൽ മാത്രം മറ്റു ചുമതലകൾക്കുള്ളിൽ മാത്രമല്ല ഫംഗ്ഷൻ വേണം. ഇത് ഒരു റികർസീവ് ഫംഗ്ഷൻ വിളിക്കുന്നു. ഉദാഹരണമായി ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ കണക്കാക്കുവാൻ ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇത് ആവശ്യമാണ്. Scilabൽ ഫയൽ ഫോർമാറ്റുകൾ ചർച്ച ചെയ്ത് നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. Scilabൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ രണ്ട് തരം ഫയൽ ഫോർമാറ്റുകളും .sce, .sci ഫയൽ ഫോർമാറ്റും .sce ഫയൽ എക്സ്റ്റൻഷനിലുള്ള ഫയലുകളാണ് നിങ്ങൾക്ക് ഒരു ഇന്ററാക്റ്റീവ് Scilab സെഷനിൽ ഇടുന്ന Scilab കമാൻഡുകളിൽ ഉള്ള സ്ക്രിപ്റ്റ് ഫയലുകൾ. ഫംഗ്ഷൻ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ലൈൻസ് ഉൾപ്പെടുത്താവുന്നതാണ്. കമാൻഡ് exec സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുവാൻ ഉപയോഗിക്കാം. .sci ഫയലിലുള്ള എക്സ്റ്റൻഷൻ ഫയലുകളാണ് ഫംഗ്ഷൻ സ്റ്റേറ്റ്മെന്റിൽ ആരംഭിക്കുന്ന ഫംഗ്ഷൻ ഫയലുകൾ. കൂടാതെ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുവാൻ എക്സിക്യൂട്ട് എന്ന കമാൻഡും ഉപയോഗിക്കാം. സിംഗിൾ .sci എന്ന ഫയലിൽ പല Scilab സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. അവ ഫംഗ്ഷൻ ആർഗ്യുമെന്റുകളിലോ ഔട്ട്പുട്ട് വേരിയബിളുകളിലോ ഫംഗ്ഷൻസ് നടത്തി പ്രവർത്തിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഇത് നമ്മെ Scilabന്റെ സ്ക്രിപ്റ്റ് ആൻഡ് ഫങ്ഷൻസ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. Scilabൽ മറ്റ് നിരവധി ഫംഗ്ഷനുകൾ ഉണ്ട്. അത് മറ്റ് സ്പോക്കൺ ട്യൂട്ടോറിയലുകളിൽ ഉൾപ്പെടുത്തും. Scilab ലിങ്കുകൾ കാണുന്നത് തുടരുക. ഈ സ്പോക്കൺ ട്യൂട്ടോറിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫോസി പ്രൊജക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ നിന്നും ലഭ്യമാണ്. നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ, ICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെ പിന്തുണയോടുകൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്ക് സന്ദർശിക്കുക. IIT ബോംബെയിൽ നിന്നും വിജി നായർ സൈൻ ഓഫ് ചെയ്യുന്നു. പങ്കെടുത്തതിന് നന്ദി. വിട.